നമ്മുടെയൊക്കെ മനസ്സിലൂടെ ഒരു ദിവസം എത്രയധികം ചിന്തകൾ കടന്നു പോകുന്നുണ്ടെന്ന് അറിയാമോ? ഏകദേശം 60,000 മുതൽ 70,000 വരെ ചിന്തകളാണ് നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒരു ദിവസം നടക്കുന്നത്. ഇതിൽ ഏറ്റവും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ 90 മുതൽ 95% വരെയും നമ്മുടെ പഴയ ചിന്തകൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതായത് നമ്മുടെ പഴയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നു, പഴയ ചിന്തകൾ അങ്ങനെ തുടർന്നു പോകും, പഴയ വിഷമങ്ങൾ ആലോചിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ദിവസത്തിൽ ഭൂരിഭാഗം ചിന്തകളും നടന്നു പോകുന്നത്. അതിൽ 95% നമ്മൾ അറിയാതെയാണ് ചിന്തിക്കുന്നത്. അതൊരു ഓട്ടോമാറ്റിക് നമ്മൾ മുമ്പേ ചിന്തിച്ച് ശീലിച്ചിട്ടുള്ള ഒരു കാര്യത്തിലൂടെ അങ്ങനെ പോവുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുന്നു, ഓട്ടോമാറ്റിക്കായി പല്ല് തേക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, അങ്ങനെ ഒരു റൂട്ടീനായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, മറ്റുള്ള ജോലിക്ക് പോയാൽ എന്നും കാണുന്ന ആളുകളെ തന്നെ കാണുന്നു, എന്നും കാണുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, എന്നും സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. അങ്ങനെ വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇതാണ് സാധാരണ ഒരു അവസ്ഥ. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾക്ക് ഒരേ രീതിയിൽ ചിന്തിക്കുന്നു, ഒരേ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നു. അപ്പൊ ഒരേ അനുഭവങ്ങൾ നമുക്കുണ്ടാവുന്നു, ഒരേ അനുഭൂതികൾ ഉണ്ടാകും. അങ്ങനെ ദിവസവും ഒരേപോലെ നടന്ന് അതേ ചിന്തകൾ വീണ്ടും വരും. അങ്ങനെ ഒരു ലൂപ്പായിട്ടാണ് നടക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചിന്തകൾ മാറ്റുക എന്നതാണ്. സത്യത്തിൽ ശാസ്ത്രം കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ രോഗങ്ങളെ കുറിച്ച് എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് രോഗം വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യത്തെ കുറിച്ചും നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല ഉന്മേഷവും ആരോഗ്യവും ഉണ്ടാവുന്നുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ശരീരത്തെ രൂപപ്പെടുത്തുന്നത്. സത്യത്തിൽ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെയും നമ്മൾ ഓരോ ചിന്തകൾ വരുമ്പോഴും നമ്മുടെ തലച്ചോറിനകത്ത് കെമിക്കൽ റിയാക്ഷനുകളാണ് നടക്കുന്നത്. നമ്മൾ സന്തോഷകരമായ ചിന്തകളിലൂടെ പോകുമ്പോൾ ഡോപ്പമിൻ വരും. ആ വിഷമകരമായ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ സ്ട്രെസ് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോ പലപ്പോഴും നമ്മൾ നല്ല ഒരു ചിന്ത വരുന്ന സമയത്ത്, നല്ല സന്തോഷകരമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്ന സമയത്ത് നമുക്കൊരു അനുഭൂതി അല്ലെങ്കിൽ ഒരു സെൻസേഷൻ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവുന്നതാണ്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷനും ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ മാറ്റണമെങ്കിൽ നമ്മൾ ചിന്തകൾ മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ പഴയ ചിന്തകളെ മാറ്റി നിർത്തി പഴയ വിഷമകരമായ ചിന്തകൾ അല്ലെങ്കിൽ എന്നും പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, ഒരേ ചിന്തകൾ വരും. അപ്പൊ നമ്മൾ ഒരേ അവസ്ഥയിലൂടെ പോകും. അതിന് പകരം നമുക്ക് നാളെ എന്താണോ വേണ്ടത്, നമ്മൾ ആ കാര്യം, നമുക്കൊരു അവസ്ഥ നമുക്കുണ്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടിയെടുത്തതായി നമ്മൾ ചിന്തിക്കുക. അപ്പോ കണ്ണടച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ആ ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കും. ആ ഫീലിംഗ് ഉണ്ടാകുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു പ്രത്യേക അവസ്ഥ വരും, ഒരു ഉന്മേഷം വരും. അതിനർത്ഥം നമ്മൾ ആ അവസ്ഥയിലൂടെ ചിന്തിച്ച് ശരിയായ രീതിയിൽ നമ്മുടെ ചിന്തകൾ മാറ്റിയാൽ നമ്മുടെ ഭാവി മാറും, നമ്മുടെ പ്രവർത്തികൾ മാറും. അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ ശരിയായ രീതിയിൽ ചിന്തിക്കാൻ നമ്മൾ പഠിക്കുക. ശരിയായ രീതിയിൽ പഠിച്ച് ശരിയായ ചിന്തകളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് അതിന് വേണ്ട ചിന്തകൾ ഉണ്ടാക്കി നമ്മൾ ജീവിതം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പഴയ അനാവശ്യ ചിന്തകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. നമ്മൾ ഈ 60,000 ചിന്തകൾ ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ ആ ഭൂരിഭാഗവും നമ്മൾ അനാവശ്യ ചിന്തകളിലേക്കും പഴയ ചിന്തകളിലേക്കും പോകുന്നതിന് പകരം കുറച്ചെങ്കിലും പുതിയ ചിന്തകൾ, പുതിയ കാര്യങ്ങൾ പഠിച്ച് അതുമായി ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അപ്പൊ പതിയെ നമ്മുടെ ജീവിതത്തിലും മാറ്റം വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. കൂടുതൽ ആളുകൾക്ക് ഇത് അറിയിച്ചു കൊടുക്കുക. കൂടുതൽ നല്ല വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.